Next up is a very special item. It's the final item of the evening. Divya, അറിയോ എന്താണെന്ന്? Next. Dance ആണോ? Dance ആണ്. Dance ഉണ്ട്. Music ആണോ? Music, yes, music ഉണ്ട്. Skit ആണോ? Skit ആണെന്ന് വേണമെങ്കിൽ പറയാം. Yes, skit ആണ്. What about comedy? Comedy ഉണ്ട്. ഇഷ്ടംപോലെ comedy ഉണ്ട്. Cinema related എന്തെങ്കിലും ആണോ? Cinema related, yes, cinema related ആണ്. So welcome to the final item of the evening. It's a very special item. It can be called a cinematic skit. We have a lot of participants taking part in this. Risa, Dharitri, Deepa, Ganesh ji, Arunanti, Satyanti, Shobhanti, Indranti, Vishalam aunty, Indra Kumar aunty, Sajita, Gopal ji, Ajish, Aju, Revati, Nitya, Anika, Ajish, Anaga Ajish, Advita Ajish, Jane, Jibiji, Shyam, Manikandan, Ranjit, Leena ji, Sunita, Ratish, Suma, Susmi, Bharati, Dinesh, Satyan, Shruti, Adira, Shraddha, Anvika, Saju, Tanuja, Hari, Rakhi, Devi, Somi, Laini, Vasu, Manju, Seena, Danya, Ganga, Shweta, Girija, Anju, Julie, Dr. Preeti, Anaga, and Sunshma Matana. Sorry if I missed out any names. Are you all excited for this one? Okay, let's see what they've got. That was a long list of participants. 56 people performing in this item. So sit back, relax and enjoy. Practice ചെയ്തിട്ടുണ്ട്. So ഈ 1 hour നിങ്ങളെ ഇവർ വേറൊരു ലോകത്തിലോട്ട് കൊണ്ടുപോവാണ്. Are you guys ready? ഞാൻ എന്താണെന്നറിയോ മൈക്ക് എടുത്തത് ഈ വീക്ക് Are you guys ready എന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ഒട്ടും ആവേശമില്ലായിരുന്നു. ഈ ആവേശത്തോടെ എങ്ങനെ എന്റെ പിള്ളേർ സ്കിറ്റ് കളിക്കുന്നത്? Are you guys ready? പോരാ വീണ്ടും back benchers. Are you guys ready? Very good. ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം ഓടി ഓടി വാ ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ പാട്ടുപാടും പെട്ടി തരാം താളം മുട്ടാൻ ചെണ്ട തരാം പാട്ടുപാടും പെട്ടി തരാം താളം മുട്ടാൻ ചെണ്ട തരാം ചോട് വെച്ചു കളി നടക്കട്ടെ നിന്റെ കളി നടക്കട്ടെ ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ പ്രേമമെന്നാൽ കരളും കരളും കൈമാറുന്ന കരാറ് തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ് പ്രേമമെന്നാൽ കരളും കരളും കൈമാറുന്ന കരാറ് തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ് കവിളിൽ പൂങ്കുല ചിന്നി കണ്ണിൽ താമര മിന്നി കവിളിൽ പൂങ്കുല ചിന്നി കണ്ണിൽ താമര മിന്നി പാടുക തന്നെ തന്നെ കരളെ നീ എൻ ജന്മി പാടുക തന്നെ തന്നെ കരളെ നീ എൻ
ജന്മി പ്രേമമെന്നാൽ കരളും കരളും കൈമാറുന്ന കരാറ് കരാറ് തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ. അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? ഇവിടെ ആരുമില്ലല്ലോ, പാടൂ, നല്ല ശബ്ദം. അയ്യോ ഞാൻ സോറി, പാടൂ പ്ലീസ്. ഇല്ല, എനിക്ക് പാടാനറിയില്ല. ഏയ് കം ഓൺ പ്ലീസ്, പാടൂ പ്ലീസ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം നിന്നിഴിയിലലിയുന്നെൻ ജീവമേഘം. ഞാനപ്പുറത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് ഡോട്ടർ. അറിയാം. എന്താ? എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിൽ ഒരു മഞ്ഞ റോസാച്ചെടി ഉണ്ടെന്ന്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണമല്ലേ? അത് പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റ കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ്പസ് എന്ന് വിളിക്കും, അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഹേ, അങ്ങനെ ഒരു കണ്ണാടി എവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല, ഐ ആം ബിസി, യു മേ ഗോ പ്ലീസ്. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്നെങ്കിലും ഞാനത് വാങ്ങും. എന്ത് ബെറ്റ് വേണമെങ്കിലും വെച്ചോ. ഓഹോ, കാണാം. 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 എന്താണത്?
കൂളിംഗ് ഗ്ലാസ് എവിടെ നോക്കി അല്ല അമ്മേ, അത് ഒന്ന് കാണിക്കാം മോനെ കുഴപ്പം അമ്മേ, അമ്മേ, ഇത് ഞാൻ വയ്ക്കാൻ നോക്കിട്ട് തരാനേ നീ ഞാൻ പാടില്ലാത്ത ഗ്ലാസ്സാ. അല്ല, ഒന്ന് താ മോനെ. വേണ്ട അമ്മേ, വേണ്ട. ഞാൻ കുഴപ്പം അമ്മേ, ഇത് വയ്ക്കാൻ പാടില്ല അമ്മേ. അമ്മേ, അയ്യോ. കൊള്ളാലോ ഇത് അമ്മേ, എവിടുന്ന് അയ്യോ, വാങ്ങിച്ചു അയ്യോ. ശ്രീ അയ്യോ. നല്ല കണ്ണാട കേട്ടോ ആ നന്നായിട്ട് കാണാം കേട്ടോ ഓ നല്ല ഭംഗി ആഹാ. കൊള്ളാല്ലേ ഇത് ഞാനൊന്ന് നോക്കട്ടെ അയ്യോ എന്ത് നല്ല ഭംഗി ആ ആ കുഴപ്പം വല്ലതും ഉണ്ടോ അമ്മേ? എന്ത് കുഴപ്പം ആ, ഇങ്ങോട്ട് നോക്കാതെ. ഒരു കുഴപ്പമില്ല അമ്മേ. ഒരു കുഴപ്പമില്ല എല്ലാം കാണാവോ? ഓ യെസ് കാണാമല്ലോ അമ്മയുടെ സാരി ആണോ? സാരി കാണാമല്ലോ ബ്ലൗസോ? ബ്ലൗസും കാണാം നിനക്കെന്താടാ എന്റെ ഷർട്ടിന്റെ ഈ കൈ കാണോ? കാണാം എന്ത് കളറാ? നീല സത്യമായിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കണ്ണാടിക്ക് എന്താണ് ഒരു കുഴപ്പം കണ്ട അമ്മേ, ഇതെന്റെ കൂളിംഗ് ഗ്ലാസ്. ആഹാ. ശ്രീ ആ ഉഷമലരെ കൊണ്ട് കട്ടെടുപ്പിച്ചതാ. ഇനി തന്നേരമ്മേ. ഇതാ മോളെ നീ എടുത്തോ എടാ നിനക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചാ പോരെ അല്ല, ഇത് വേണമെങ്കിൽ എടുത്തോട്ടെ. ഇന്ന് ശ്രീ വെച്ചോ. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി. ഇന്ന് വേണ്ട. അല്ല, ആഗ്രഹിച്ചതല്ലേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ പോട്ടെ. അമ്മേ, അടുത്ത ആഴ്ച ക്രിസ്മസാ. വല്യമ്മച്ചി 17 വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാത്തതല്ലേ. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ക്രിസ്മസാ. അമ്മ വരണേ. തീർച്ചയായിട്ടും ശ്രീ. മോളെ ശ്രീയും വരണം. ഞാൻ മറ്റന്നാ ദുബായിക്കും അല്ലെങ്കിൽ വരാൻ. ക്രിസ്മസ് ദിവസം എന്റെ പിറന്നാൾ കൂടിയാണ്. ശ്രീ വരുമോ? ഞാൻ പോട്ടെ. ആ ദേ ഊണ് കഴിച്ചിട്ട് പോയാ മതി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ? ഇങ്ങനെ ഗ്ലാസ് ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാ. എന്താ? പുളു. लातेरी पुतेरी पुंजिरी चेपो कंबी तेरी मतापो लातेरी पुतेरी पुंजिरी चेपो कंबी तेरी मतापो मनसे आस्वदिकू आवोलम लातेरी पुतेरी पुंजिरी चेपो कंबी तेरी मतापो लातेरी पुतेरी पुंजिरी चेपो कंबी तेरी मतापो मनसे आस्वदिकू आवोलम വർണ്ണക്കതിരോ സ്വർണ്ണപ്പതിരോ കണ്ണാടിച്ചില്ലിന്റെ കന്നിപ്പൊരിയോ വർണ്ണക്കതിരോ സ്വർണ്ണപ്പതിരോ കണ്ണാടിച്ചില്ലിന്റെ കന്നിപ്പൊരിയോ ഉള്ളിന്റെ ഉള്ളിലിട്ടാരോ കത്തിച്ച മാലപ്പടക്കോ താലപ്പൊലിയോ ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ കണ്ണിത്താമര പൂളെ കണ്ണിത്താമര പൂളെ വാ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ കടലിൽ തന്നൊരു കല്ലേ കുളിരെ കോരണ കല്ലേ ഹോയ് ഹോയ് എലേലം തോണിയിലെ അരയന താലോലം കിളിപ്പെണ്ണല്ലേ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ இங்கேதான் சவுட்டு சவுட்டுது
ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോടെ അമ്മ സാർ. ആരുമെങ്കിൽ ഇല്ലേടേ വയ്യ ഇരിക്ക സാർ കൂപ്പിട്ടടേ. നാരായണ. നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ. പൂരായണ. പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പണ്ട റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാട്ടിലും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. അരയെന്ന പിടയുടെ നടയുണ്ട്, കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട്. രാധയാണോ സീതയാണോ? അരയെന്ന പിടയുടെ നടയുണ്ട്, കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട്. രാധയാണോ സീതയാണോ? ജിഞ്ചിന്നാക്കടി 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 ജിഞ്ചിന്നാ. ആ സ്ഥലത്ത് വെയിലടിച്ചാലെങ്കിലും ഒന്ന് എണ്ണീറ്റൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമതെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും. ഉപദ്രവിക്കാതെ പോടെ, ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നുമ്പോ എണീറ്റേ വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. പാചകലോകം ചിക്കൻ മസാല. ആകാശവാണി മദ്രാശി. കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക.
ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. ബൈ ഗോയിങ്. അയ്യോ അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ ഇത്ര അതിശയം? അമ്മായി, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോകും. മാറി മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാം. നീ ആരാ? അത് തന്നെ, അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അകത്തോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. ഒരു ഞാൻ പറയാൻ ആളെന്ന് വേണ്ടത്. തനതിന്ദ താരാറ് തനതിന്ദ താരാറ് ഒരു പൊന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ. ഈ മുൻകോപം നിൻകോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും പേടി വിറക്കുന്നേ. അതിനിടെ പുള്ളിപ്പുലി പോൽ ചീറി വരും അമ്മ വലയ്ക്കുന്നേ. ഒരു പൊന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ. ഈ മുൻകോപം നിൻകോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും പേടി പിറക്കുന്നേ. അതിനിടെ പുള്ളിപ്പുലി പോൽ ചീറി വരും അമ്മൂമ്മ വലയ്ക്കുന്നേ. അങ്ങോട്ടിടേ സാറേ. അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 60 മുതലാളി. 60 മുതലാളി എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവനെ കിടന്ന് കറങ്ങുമായിരുന്നു. അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസയിൽ നിന്ന് കുറെ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ അജുദ് മാമ അദാനി അദാനി
in the Gawad. അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് സാത്തേക് സാത്തേക്. നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ. ഇനി സാത്തേക്. അമ്മ സാത്തേക്. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. ഓ നമസ്കാരം. മയബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മോക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോരയാ? അച്യുത് മാമ കലാമി സേവിധാൻ. എന്റെ സഞ്ജിത അൽബ. കൽക്കത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബരി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അച്യുത് മാമ കലാമി സേവിധാൻ. സൊന്നാദ് മധു കാട്ടിക്. അതാ ചായ കുടിച്ചില്ല. വേണ്ട, വെറുതെ വഴി കുടിച്ചു. മലയാളം അറിയാവോ? മലയാളം ആര് പറഞ്ഞു മലയാളം? വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരമ ബഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ എന്ത് ഹറാമേ ഹറാമേ. വീണ്ടും वैष्णव जन तो तेरे तकिए, वैष्णव जन तो तेरे तकिए। വൈഷ്ണവ നമസ്തേ ജി. प्रणाम। എന്താ? വേണ്ട വേണ്ട, മേടിതാ അപ്പാരി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതി സഹോദരക്ക് സംസ്കൃതം അറിയുമോ? ഭഗവാൻ വാങ്ങ് വായേ. വാങ്ങ് വായിക്കൂ. ഞങ്ങൾ ബംഗാൾക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി ഒലിവായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത. ഞങ്ങൾ ജീവി മാർഗമില്ല മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. മോനെ പരിസരമൊക്കെ നോക്കണേടാ. എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കിയോ. ചെല്ലി ചെല്ലി ചെല്ലി. വരുന്നു. നൽകാൽ ഗുണം വരും. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അയ്യോ, അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതനവായ എന്തോ. वैष्णव जन तो तेरे तकिए, वैष्णव जन तो ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മൊത്തം പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രം കൊള്ളാം.
ആ യമുന റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുനയൊന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തെണ്ടാനല്ലേ പോന്നെ, അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. ഹലോ ഹലോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവള് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് അറിഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം കം ഇൻ. வாங்க வாங்க. நான் யூசுவலா ஹோட்டல்ல தான் தங்குவேன். This is a new experience. இந்த ஊர் எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்களே. என்னாச்சு? ഏയ് ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ, പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഓർണമെന്റ്സ് நிறைய இருக்கே. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടത്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്തൊരു കുപ്പിവള? எனக்கு அதுதான் பிடிக்கும். നല്ല മാല, വൈരം തന്നെ. നോ, സാധാരണ മുത്തുമാല. ஹாய், டெண்டுல்கர் 6. உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ, ഞങ്ങൾ എന്ന് കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? ഓ, എല്ലാ ടിവി ഒരേ സൈസാ. അതല്ല, ഇത് 29 ഇഞ്ചസ്. ഞങ്ങളുടെ ടിവി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 minute. See the cricket. ഹലോ. യെസ് ജന്നയ്യ. ദേ വയറിംഗ് ഇല്ലാത്ത ഫോൺ. ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ? സ്വർഗ്ഗമില്ലേ സ്വർഗ്ഗം. നോക്ക്, നമുക്ക് ക്രിക്കറ്റ് കളി അറിഞ്ഞൂടാന്ന് യമന മനസ്സിലാക്കരുത്. നാണക്കേടാ. യമന വരുന്നുണ്ട്, ക്രിക്കറ്റ് ആസ്വദിച്ചോണേ. എന്തൊരു കളി. ഓക്കെ സാർ, ഓക്കെ, കണ്ടിപ്പാ. ടെണ്ടുൽക്കർ സിക്സറാ? ஓ மை காட், டெண்டுல்கர் அவுட். எதுக்காக நீங்க சிரிச்சிட்டு இருக்கீங்க? நீங்க பாகிஸ்தான் சைடா? ഓ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. അയ്യോ, എന്ത് രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. അടുപ്പൊന്നും പോലെ താഴോട്ടല്ല, മേലോട്ടല്ലേ മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. ஓகே, உங்களை எல்லாரையும் எனக்கு ரொம்ப பிடிச்சு போச்சு. ஐ லைக் யூ ஆல் வெரி மச். ஒரு நாளைக்கு நான் உங்க வீட்டுக்கு வரேன். അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കുന്നും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നെ വരക്കൂടാതാ? അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ. സൺഡേ വരെ. തീർച്ചയായും വരുവോ? ഷുവർലി. താരം താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൻ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം, തിണ്ടാടും മനം മനം, മിണ്ടാട്ടം മണിക്കിലുക്കം. തൊട്ടാലോ ഹരം ഹരം, മുട്ടിട്ടു സുഖം സുഖം, മട്ടോലും മിഴിത്തിളക്കം. താരം താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. നന്ദേട്ടനല്ല. ഏയ്,
കൃഷ്ണേട്ടനും അല്ല, കോപേട്ടനൊട്ടും അല്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും. കൊഞ്ചിനിക്കും മൈനയോ വെഞ്ചലിയും ലൈലയോ നീ സുഖലഹരിയുമായി വാ. നീ വരില്ലേ വസന്തം തരില്ലേ. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകം പിടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയംവതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ, എത്തിയിട്ടില്ല നാഥാ. വെച്ചേ കൃഷ്ണൻകുട്ടി പ്രോംപ്റ്റ് ചെയ്തിട്ടില്ലേ? ഓ ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവിനെ മൈൻഡ് ചെയ്യൂ. താന്ന് പോടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കയറില്ല വേണ്ട. ഇവിടെ പകല് മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ? ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. പറഞ്ഞ കേട്ടല്ലോ, ബൂത്തിപ്പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന്. കൊച്ചെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കാം. താതുകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താതകണ്ണൻ തപോഭൂവിൽ. താതുകണ്ണൻ നിന്റെ എവിടെ ഒറിജിനൽ തന്ത? കേക്ക് കൊട്ടാരക്കര. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കോഴികൾ അറിയുന്നുണ്ടേ മാമുനി ഉണരും മുൻപേ, ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം.
ഹലോ മാനാർമത്തായി സ്പീക്കിംഗ്. ഉറുമി സ്തംഭാനോ? ഏത് ഉറുമി സ്തംഭാൻ? ഇത് ഉറുമി സ്തംഭാന്റെ വീടല്ല. ഓ, ഇത് വലിയ ശല്യായല്ലോ മാതാവേ. ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഓ, ഇന്റെ ഹലോ, ഉറുമി സ്തംഭാനോ? കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ, വലുതും പറയാനുണ്ടോ? നമ്പർ നോക്കിയിട്ടാ പന്നി. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ആഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക്. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. വൃത്തികേട് കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. നീ എന്തിനാണ് പാറാവ് നിൽക്കണേ? പത്താച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിയെന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോടെ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ പീഡ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ, എണീച്ചു വാ, വന്ന് തടി. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി പ്രശ്നമില്ല. നോക്കണ്ട. പിന്നെ നീ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി ഉടുതുണി. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ആദ്യം. ഇതാണ് ആശാൻ.
ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലെന്നേ, കണ്ടില്ലേ അവന്റെ തനിനിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട, ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് കേട്ടിട്ട് ഞാനും ഒരെണ്ണം വലിക്കാതെ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ എവളിത് എവിടുന്ന് വന്ന പോലെടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? ആ, നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ആ, ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോളേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. നീ ഒറ്റയ്ക്ക് പോയാ കാര്യമില്ല. എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് ഏത് കാര്യത്തിനും ഒന്നും മിണ്ടാതിരിയടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ, ചെല്ലടാ. ഒന്നൂടടി ഞെക്കിപ്പിടി. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ? കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാവുന്നുണ്ട്. നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് വരുമ്പോ ഓടിക്കളയാവോ? എടാ, അവരാപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ, തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കിട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ ഇവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല.
അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണ് വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കളഞ്ഞ് എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ ഓടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടി വെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കുക. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അപ്പൊ അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രം. എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ട ഉണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ, മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. കൊടു. ഇത് മുനുസ്വാമി അല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരിക്കും. കളർ പടോ പതിഞ്ഞിരിക്കുന്നില്ല. കൊടു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ എടി അവിടെ. അയ്യോ, ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്.
ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ കൊരങ്ങ കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? പ്ലീസ്. അവൾ ഉറങ്ങി. വല്ല കഴിക്കണ്ടേ? നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോഴി ഉണ്ടെന്ന്. ഈ കൊരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്. ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെന്ന് കീറും. എന്നെ വിടറാ. അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഞാൻ പറയുന്നു. നീ ഒന്നും പറയണ്ട. നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇതിനെ ഇറങ്ങ്. ഇറങ്ങാൻ ഇറങ്ങണേ. അയ്യോ വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. പോടി പോടി. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്തേ മൗനം. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്തേ മൗനം. അഴകിൻ കതിരായണയുമ്പോ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. നീ അഴകിൻ കതിരായണയുമ്പോ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചൊറ്റൊന്നല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്.
മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? ആ, എല്ലാവരും ചിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറി ചെളികുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി വാടാ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഭയപ്പെടണ്ട, ആക്രമിക്കാൻ വന്നതല്ല. ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ. പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീത്തയായി. ഇവിടെ ആവുമ്പം വല്ലൊന്നും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. വർഗീസ്, ഇവിടെ വരൂ. ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം. അടിയിൽ വലിയ അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ സർദാർ കൃഷ്ണക്കുറുപ്പ് എന്നെഴുതി വെക്കണം. നിൽക്കൂ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവീത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല. അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന 2 പൂക്കൾ. അവൻ പൂവല്ല, കാളകൂട വിഷമാണ്. മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ, അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയൂടെ പിടുങ്ങാൻ കേസും. കള്ളബടുവ. വാള. നിങ്ങളൊക്കെ ആ കോമാളിക്കുറുപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്തുതിർഹമാം വിധം 1 വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം, അല്ലേ? ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് ഇതാ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ.
നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ്. സിമന്റ് കുംഭകോണം. അത് കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. സൈലന്റ്. പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ലാഭമാണ്. എത്ര പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു. 1000 ചാക്ക് സിമന്റിന് 1,40,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. തനി കൂട്ടിയാലെന്താ? ഞാൻ പറഞ്ഞിടാ സാറേ, ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമന്റിന് 140 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, DC Cement, INGC Cement, CITC Cement, Tata Cement, Birla Cement, Tharavan Cement everywhere. This 140 rupees for one chunk of cement is cheating. He is cheating. Kallai. My dear members, you might receive CO. I know like it. Insult. You're an idiot. I'm not an idiot. Stupid. Me shut up. Shut up. I call you, sorry, kill you. ഇല്ലടാ. ഓ ജൂലെ. നീ പോടാ നീ ജൂലെ. എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ ആരടാ? എന്നെ മേടിച്ചോ. നീ എന്ത് ചെയ്യും? അറിയാ അവനെ. ഇവിടെ ആരെടാ? അങ്കിൾ, ആന്റി, എല്ലാരും വരൂ. എന്നെ വിളിച്ചോ? അങ്കിൾ, ഒന്നുകൂടെ വിളി. ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ, ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം, തങ്കം, നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? എനിക്കറിയാം. ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെയോ? നാട്ടുകാരോടും വീട്ടുകാരോടും വേണ്ട. പറയണ്ടേ? ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. We must suppress it. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി പുകയണം. പുകയ്ക്കാം. Well, 3 days time. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ.
നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്ക ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and bureaucracy become interchangeable terms from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്കൻ ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house. Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന നോ സോറി ഓഫ് ദ എക്സ്ക്യൂസ് ബിലീവ്. Get out house. ആരും കാണാ നേരം നോക്കി ഹരിമുല്ലച്ചൊടിയിൽ മുത്തി അന്നം ഭിന്നം പുന്നാരിച്ചാൽ പിടയാതെ പിടയരുതേ. വിളയാടും നേരം മഞ്ഞ പോലൊരു കണം ഒരു ഞൊടിയലിവാൻ കിടന്നുറങ്ങാൻ മാറിൽ ചായണം. മണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ. നനവുള്ള നാണം മുളയ്ക്കുന്ന കണ്ണിൽ മഴമുകിൽ മഷി എഴുത്. എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരെ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ?
നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ചു പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഉടക്കി സ്വാമി. സ്വാമി അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചാലാ? എന്നാ പിന്നെ തനിക്കോടെ തേങ്ങ മേടിച്ച് മുടച്ച പോരായിരുന്നോ? എന്നെന്താണോ വിളിച്ചത്? നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ, ചേട്ടാ. എല്ലാം അല്ലേ എന്റെ ചേലൊത്ത ചെമ്പരന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ എന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. എന്റെ എല്ലാം അല്ലേ എന്റെ ചേലൊത്ത ചെമ്പരന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. കിളിങ്ങാക്കിങ്ങിനിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ പിണങ്ങാൻ എന്താണ് മിനുങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അല്ലേ എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ.
മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ പള്ളത്തി വന്നെന്നെ കണ്ണിറുക്കുന്നേ മലമല്ലുലൂയ പള്ളത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമല്ലുലൂയ ആയി മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ പെയ്യട്ടെ മഴ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ മനച്ചെരുവിലെ ഉത്സവ പന്തലിൽ മുത്തുകുട പിടിച്ചെത്തണ തമ്പ്രാനും തത്തമ്മ പെണ്ണൊത്ത തമ്പ്രാട്ടിക്കും മുത്താരം കെട്ടട്ടെ മുക്കുത്തി തീർക്കട്ടെ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ ഏയ് മലമല്ലുലൂയ തക തക മലമല്ലുലൂയ 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 Words to describe that performance. How was it? Nice! One big round of applause, please, to the incredible talent that we have in Pearl Bay. Thank you so much, performers, organizers, everyone. And as you can imagine, there is a long list of people to thank for pulling off this magnificent evening. I would now like to invite Mr. Ranjit, our Secretary, we need to have a characters of water number 2 to deliver the water. Thank you so much. എല്ലാവരും കഴിക്കാനുള്ള പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിനുശേഷം റാവുകളുടെ ഒരു പാട്ടുണ്ട്. അത് സത്യജിയാവിന്റെ കരോക്കെ സെറ്റിയാണ് ഏർപ്പാട് ചെയ്യണേ. റാവുകളും നിങ്ങോട്ട് വരണം. അപ്പം വാട്ടർ താങ്ക്സ് പറയണമെങ്കിൽ ആദ്യം ഞാൻ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. കാരണം എല്ലാം നല്ലതിന് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കാൻ പോകുന്നത് നല്ലതെന്ന് പറയൂലേ. നമ്മുടെ അന്നത്തെ ആ പ്രോഗ്രാം എന്താ പറയുക, അന്നൊരു പോസ് വന്നത് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം അടിപൊളിയായി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പൊ അതിന് എല്ലാവരും എന്താ പറയുക, എല്ലാവരോടും എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ പേട്ടയിലുള്ള എല്ലാ റെസിഡൻസിനോടും നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ വളരെ സംയമനത്തോടെ നമ്മുടെ കൂടെ സഹകരിച്ചു. എന്താ പറയുക, വളരെ പേഷ്യൻസ് കാണിച്ചു. ഇതുവരെയും നമ്മുടെ ബാക്കിയുള്ള എല്ലാ റിഹേഴ്സൽസിന്റെയും സൗണ്ടിനും ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റർബൻസ് മീൻസ് എനിക്കറിയാൻ ഇവിടെ ഡീപ്ലോട്ട് ഒരുപാട് പേരുടെ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. അവരോട് ഞാൻ സോറി പറയുന്നു, അതുപോലെ തന്നെ നന്ദി പറയുന്നു. അവരുടെ പേഷ്യൻസിന് ആരും നമ്മുടെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. താങ്ക് യു. പിന്നെ അതിൽ വേറെ എടുത്തു പറയേണ്ടത് എല്ലാ പാർട്ടിസിപ്പൻസിനും നമ്മൾ ആപാല വൃദ്ധം ജനങ്ങൾ എന്ന് പറയില്ലേ, കൊച്ചു കുട്ടികൾ മുതൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു ഇടതടവില്ലാത്ത റിഹേഴ്സൽ നമ്മൾ പറയില്ലേ, പ്രാക്ടീസ് എന്ന് പറയുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് അറിയാലോ, നമ്മുടെ എല്ലാമായ ആശ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് ഓരോ എലിമെന്റിനെയും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് ഇന്നത്തെ രീതിയിലേക്ക് ആശയ സ്നേഹിക്കും. ആശ ഒരു സെക്കൻഡ് വളരെ വലിയ അപ്രോസ് ആശിക്കുന്നു. ഇതുപോലെ അപ്രോസ് ഒന്നും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ആശയുടെ കൂടെ ഒരു ടീമായിട്ട് നിന്ന ബാക്കിയുള്ള ആളുകൾ രഞ്ജന, പ്രദീപ്, സുമ ചേച്ചി, സൈല ചേച്ചി, ജെയിൻ ചേച്ചി, നിത്യ രാകേഷ്, പിന്നെ അതുപോലെ തന്നെ പ്രിയ ചേച്ചി, അങ്ങനെ എല്ലാവരും ദേവി ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും നമുക്ക് ഒരു ടീമായിട്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു. പിന്നെ അത് വേറൊരു എടുത്തു പറയേണ്ട ഒരാളെ സ്വാമി എബ്രഹാം
പിന്നെ നമ്മുടെ വേറെ വലിയ കേസ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിലും ഇന്നത്തെ പ്രോഗ്രാമിലും ഇല്ലാത്തതുമായി നമുക്ക് സ്പോൺസർഷിപ്പ് തന്ന നമ്മുടെ സ്പോൺസേഴ്സ് ഓരോരുത്തരെയും പറയാം. നമ്മുടെ മെയിൻ സ്പോൺസർ SBI ലൈഫിന്റെ ടീമിന്റെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാം. അവർ ഓണത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, ഇന്നിവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ വളരെ ആവശ്യമായ ഓഫറുകളെല്ലാം നിങ്ങൾക്ക് അത് നോക്കി കണ്ട് വളരെ സെക്യൂർ ആയിട്ട് അവർ ചെയ്തു തരും. അപ്പൊ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ. പിന്നെ നമ്മുടെ അടുത്ത സ്പോൺസറാണ് LCC ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സെന്റർ, നമ്മുടെ രാമസ്വാമി സാറിന്റെ ഒരു സ്ഥാപനമാണ്. പിന്നെ ബൈക്കിന് വേണ്ടി നമുക്ക് വിവിഷ് ടെക്നോളജി, പിന്നെ സാം ഈഡൻ ഗാർഡൻ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സാം ഈഡൻ ഗാർഡൻ നമ്മുടെ സ്പോൺസറാണ്. പിന്നെ ബയൻ സേവ്, ചോയ്സ് കെമിക്കൽസ്, പ്യുവർ വാട്ടർ, പിന്നെ ജോയിറ്റ ഫുഡ് പ്രോഡക്ട്സ്, PJ ട്രേഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ധാർമിക് ഷിപ്പിംഗ് കമ്പനി, നമ്മുടെ ഹരിയുടെ ധാർമിക് ഷിപ്പിംഗ് കമ്പനി നമ്മുടെ സ്പോൺസറാണ്. പിന്നെ SBI ബാങ്ക് പരമ്പരകൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സ്പോൺസർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മിസ്റ്റർ സിജു തോമസിന് നന്ദി പറയുന്നു. വളരെ കളർഫുള്ളാക്കി രാഹുലിന്റെ ടീമിന് വലിയ താങ്ക്സ്, വലിയൊരു അപ്ലോസും. നമ്മുടെ സ്റ്റേറ്റ് ടെലിവിഷനിലെ പട്ടത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും വലിയ താങ്ക്സ് പറയാനും ഈ പ്രോഗ്രാമിന് ഇത്രയും ഇതാക്കാൻ എല്ലാ എലിമെന്റും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇലക്ട്രിക്കൽ പ്രോബ്ലം വന്നു. അത് നമ്മുടെ അന്നത്തെ ഒരു വെൽഡറിന്റെ സൈഡിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിലും അത് നമ്മൾ അതിനു വേണ്ടി ഈ പ്രാവശ്യം എല്ലാ പ്രിക്കോഷൻസും എടുത്ത് അഡീഷണൽ എല്ലാ പവർ ലൈൻസിലും കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് തുടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്റ്റേജിലുള്ള ഓരോ ഐറ്റംസിനെയും ഇവിടെ വെക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരനെ സ്റ്റേജിൽ വിളിക്കുന്നു. അതുപോലെ തന്നെ ഭാസ്കരന്റെ ടീം മെമ്പേഴ്സായ ലാൽസൺ ഷോയി അവരുടെ ഭാസ്കരന്റെ എല്ലാ സപ്പോർട്ടും തന്നെ. അതുപോലെ തന്നെ വികാസ് നമ്മുടെ അതുപോലെ നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉള്ള സമയത്ത് പല സപ്പോർട്ട് നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ ബാക്ക് എൻഡിൽ നമ്മൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത സ്ത്രീകളെ ചേച്ചി, നമ്മുടെ ഫുഡ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അപ്ഡേറ്റ് അവിടെ എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സപ്ലൈസായ റോസ് ഫുഡ് ഒന്നും ഒരിക്കൽ കൂടി ഈ ബ്ലോക്കിലെ റെസിഡൻസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അവരുടെ പേഷ്യൻസിന് കാരണം ഒരുപാട് നാളുകളായിട്ടുള്ള റിഫ്യൂസായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, എനിക്കുള്ള ഷോയിലെ കഴിവുകളാണ് പലരും ജനറേഷൻസ് പോയിട്ടാണ്. പക്ഷെ അതൊന്നും നോക്കാതെ ഇവിടെ വന്ന എല്ലാവർക്കും ഒരു കഴിയും വെയിലും വളർന്ന് ഇവിടെ പെർഫോം ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരിക്കൽ കൂടി നന്ദിരേഖപ്പെടുത്തിയിട്ട് നമ്മുടെ എല്ലാവരുമായ ആശാരിക്കും സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഒരു ശ്വാസം കൂടി വരുന്നുണ്ട്, ഒന്ന് ചുമച്ചിട്ട് വീട്ടിൽ നമുക്ക് കാണാം. ഞാൻ മൈക്ക് കൈകെട്ട് വരുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം നടന്നില്ല. പക്ഷെ നിങ്ങൾ രഞ്ജിത്ത് പറഞ്ഞോടെ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതിന് അകമഴിഞ്ഞ നന്ദി. പിന്നെ ഈ സ്കിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടായിരുന്നോ? ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് നമ്മൾ വെളിയിൽ വാടകയ്ക്ക് എടുത്തതെന്നല്ല. ഈ വാള്, മിഥുനത്തിന്റെ ഹോമകുണ്ടം എല്ലാം നമ്മളുടെ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ചെയ്തത് സജിത സുമ. ഒരു നല്ല കൈയ്യടി കൊടുക്കുക. അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു നല്ല കൈയ്യടി. രാവും പകലും ഇവിടെ പറയുന്ന പൊന്നാടിക്കും സുമയും സജിതയും ഒരൊറ്റ പൊന്നാടി. സജിത സുമ പ്ലീസ്. രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതാണ്. ഒരു നല്ല കൈയ്യടി. അതിന് താങ്ക് യു, താങ്ക്സ്. കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സിറ്റില് മാത്രമല്ല എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത് അടിപൊളിയാക്കി എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ്. രാഹുലിന്റെ ഒരു അതിമനോഹരമായ ഒരു ഗാനമുണ്ട്. Thank you.